إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الناس اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة إن في ذلك لآيات لقوم يتفكرون. ഏറെ ബഹുമാനാദരവുള്ള സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, പടച്ച തമ്പുരാന്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും കഴിവിന്റെ പരമാവധി പാലിച്ചുകൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് നല്ല ഭക്തകളായിക്കൊണ്ട് ജീവിക്കണമേ എന്ന് ആമുഖമായി ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. സർവശക്തനായ റബ്ബ് അവന്റെ യഥാർത്ഥ ദാസന്മാരായി ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളായിരുന്നു കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ ചർച്ച ചെയ്തിരുന്നത്. കുടുംബങ്ങൾ രൂപം കൊള്ളുന്നത് രണ്ട് രൂപത്തിലാണ് എന്നും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായി. ഒന്ന് രക്തബന്ധത്തിലൂടെയുള്ള ബന്ധമാണ്. രണ്ടാമത്തേത് വൈവാഹിക ബന്ധത്തിലൂടെയുള്ള ബന്ധവും. ഫജഅലഹു നസബൻ വസിഹറ, വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചതുപോലെ രണ്ട് രൂപത്തിൽ, നസബായിട്ടും സിഹറായിട്ടും, അഥവാ രക്തബന്ധമുള്ളവരാക്കുകയും വൈവാഹിക ബന്ധത്തിലൂടെ നിങ്ങളെ ബന്ധം സ്ഥാപിക്കുകയും ചെയ്തവനാണ് സർവശക്തനായ പടച്ചവൻ എന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. രക്തബന്ധത്തിന്റെ പ്രാധാന്യം എത്രമാത്രമുണ്ട് എന്നുള്ളത് കഴിഞ്ഞ ഖുതുബയിലൂടെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായി. കുടുംബബന്ധം വിച്ഛേദിക്കുന്നവൻ സ്വർഗപ്രവേശനത്തിന് അർഹനാവുകയില്ല എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചതിന്റെ പ്രാധാന്യത്തിൽ നിന്നും രക്തബന്ധത്തിന് എത്രയാണ് ഇസ്ലാം നൽകുന്ന പ്രാധാന്യം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായി. അതുകൊണ്ട് തന്നെ വൈവാഹിക ബന്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ് രണ്ടാമത്തെ ഇസ്ലാമിലെ ബന്ധം. നമുക്കറിയാം, ഇണകളായിക്കൊണ്ട് ജീവിക്കാനാണ് അള്ളാഹുവും അവന്റെ പ്രവാചകനും നമ്മോട് കൽപ്പിച്ചിരിക്കുന്നത്. ലോകത്തെ ആദ്യത്തെ ഇണ എന്ന് പറയുമ്പോൾ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഹവ്വ റളിയല്ലാഹു അൻഹയുമാണ്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അള്ളാഹു വിശദീകരിച്ചിരിക്കുന്നത്, നമ്മൾ ഇന്ന് നമുക്ക് മക്കളുണ്ടാകുന്നത് പോലെ, അല്ലെങ്കിൽ ഇന്ന് ജനങ്ങൾ വർദ്ധിച്ചു വരുന്നത് പോലെയുള്ള ഒരു സംവിധാനത്തിലൂടെയല്ല ആദിമ മനുഷ്യൻ ലോകത്തുണ്ടായത് എന്നാണ്. ഇസ്ലാം മതം മാത്രമല്ല, പ്രധാനപ്പെട്ട ലോകത്തുള്ള എല്ലാ മതങ്ങളും വിശ്വസിക്കുന്നത് എങ്ങനെയാണ്. അതൊരു വിശ്വാസമാണ്, ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട സംഗതിയല്ല. അതിന് വിരുദ്ധമായിട്ടുള്ളത് മനുഷ്യൻ അങ്ങനെ സൃഷ്ടിക്കപ്പെട്ടവനല്ല, അവൻ പരിണാമ സിദ്ധാന്തത്തിലൂടെ ഉണ്ടായതാണ് എന്നുള്ളതാണ് ശാസ്ത്രത്തിന്റെ അനുമാനം. ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട ഒരു സംഗതി അല്ലതാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസികൾ എന്ന നിലയിൽ വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂറത്ത് ആൽ ഇംറാനിലെ 39-ാമത്തെ വചനത്തിൽ അല്ലാഹു സൂചിപ്പിച്ചത്, ഖലഖഹു മിൻ തുറാബ്, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ മണ്ണിൽ നിന്നാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. മണ്ണിന്റെ രൂപമുണ്ടാക്കി, മണ്ണ് കൊണ്ട് മനുഷ്യന്റെ രൂപമുണ്ടാക്കി, അതിൽ അള്ളാഹു ആത്മാവിനെ സന്നിവേശിപ്പിക്കുകയാണ് ചെയ്തത് എന്ന്
വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്. സുമ്മഖാലലഹു കുൻ ഫയകൂൻ, എന്നിട്ട് ആ രൂപത്തോട് നീ ഉണ്ടാകുക എന്ന് അള്ളാഹു പറഞ്ഞു എന്നാണ് വിശുദ്ധ ഖുർആൻ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് സൂചിപ്പിച്ചു തരുന്നത്, പഠിപ്പിച്ചു തരുന്നത്. മാത്രമല്ല, ആദ്യത്തെ മനുഷ്യൻ ആദം നബിയാണ് എങ്കിൽ രണ്ടാമത്തെ മനുഷ്യൻ ഹവ്വ റളിയല്ലാഹു അൻഹയാണ്. ആദ്യത്തെ സ്ത്രീ ഹവ്വ റളിയല്ലാഹു അൻഹയാണ് ലോകത്തുണ്ടായത്. ഹവ്വ റളിയല്ലാഹു അൻഹ ഉണ്ടായത് ഇങ്ങനെ കളിമണ്ണ് കൊണ്ട് സൃഷ്ടിച്ചിട്ട് അല്ല. വിശുദ്ധ ഖുർആൻ തന്നെ അതിനെക്കുറിച്ച് സൂചിപ്പിച്ചിരിക്കുന്നത് വഖലഖ മിൻഹാ സൗജഹാ. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ചതിന് ശേഷം അള്ളാഹു സൂചിപ്പിക്കുന്നത് ആയത്തിൽ വഖലഖ മിൻഹാ സൗജഹാ, അതിൽ നിന്ന് തന്നെയാണ് പടച്ച തമ്പുരാൻ അതിന്റെ ഇണയെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്നാണ്. അഥവാ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ശരീരത്തിൽ നിന്ന് തന്നെയാണ് ഹവ്വ റളിയല്ലാഹു അൻഹയെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്നാണ് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബൈബിളിൽ ഒരു വിശദീകരണമുണ്ട്. മഹാനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വർഗത്തിൽ സൃഷ്ടിക്കപ്പെടുകയും സ്വർഗത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കെ അദ്ദേഹത്തിന് ഒരു ഒറ്റപ്പണി അനുഭവപ്പെടുകയും ചെയ്ത സന്ദർഭത്തിലാണ് ഹവ്വ റളിയല്ലാഹു അൻഹയെ സൃഷ്ടിക്കണമെന്ന് അള്ളാഹുവിന്റെ തീരുമാനമുണ്ടാകുന്നത്. അങ്ങനെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉറങ്ങിക്കിടക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ വാരിയല് ഒന്ന് ഊരി അതിൽ നിന്നാണ് ഹവ്വ റളിയല്ലാഹു അൻഹയെ സൃഷ്ടിച്ചത് എന്നാണ് ബൈബിൾ വിശദീകരിക്കുന്നത്. ഏറെക്കുറെ അതിനോട് സാമ്യമുള്ള പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വചനം നമുക്ക് കാണാൻ സാധിക്കും. സ്ത്രീകളോട് നമ്മുടെ ഭാര്യമാരോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന് വിശദീകരിക്കുന്നിടത്ത് മഹാനായ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നത് ഫഇന്നഹുന്ന ഖുലിഖന മിൻ ളിൽഇന്ന. ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണുന്നത് അങ്ങനെയാണ്. ഈ സ്ത്രീകൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് വാരിയല് കൊണ്ടാണ് എന്നും പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ സൂചനയിൽ നിന്ന് ചിലപ്പോൾ അത് ആലങ്കാരികമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ യാഥാർത്ഥ്യവുമായി കൊണ്ട് ബന്ധമുള്ളതായിരിക്കാം. ബൈബിളിന്റെ വിശദീകരണവുമായി ബൈബിളിന്റെ പരാമർശവുമായി താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നിട്ട് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നത് സൂറത്ത് നിസായിലെ 1-ാമത്തെ വചനം നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചു. അതിൽ അള്ളാഹു വിശദീകരിക്കുന്നത് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും അതുപോലെ തന്നെ ഹവ്വ റളിയല്ലാഹു അൻഹയുടെയും ധാരാളം സ്ത്രീ പുരുഷന്മാർ അവരുടെ ലൈംഗികമായ ബന്ധത്തിലൂടെ ഉണ്ടായി എന്നും വിശുദ്ധ ഖുർആൻ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചിരുന്നു. സൂറത്ത് അഅറാഫിലെ 189-ാമത്തെ വചനത്തിൽ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും ഹവ്വ റളിയല്ലാഹു അൻഹയുടെയും ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഖുർആൻ കൃത്യമായി പഠിപ്പിക്കുകയാണ്. ഹുവല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ, അവനാകുന്നു നിങ്ങളെ ഒരു ആത്മാവിൽ നിന്ന് സൃഷ്ടിച്ചിരിക്കുന്നവൻ. വജഅല മിൻഹാ സൗജഹാ, അതിൽ നിന്നാണ് പടച്ച തമ്പുരാൻ ഇണയെ സൃഷ്ടിച്ചു തന്നിരിക്കുന്നത്. ഈ നഫ്സിൻ വാഹിദയിൽ നിന്നാണ് പടച്ച തമ്പുരാൻ ഇണയെ സൃഷ്ടിച്ചു തന്നിരിക്കുന്നത്, അഥവാ ഹവ്വ റളിയല്ലാഹു അൻഹയെ സൃഷ്ടിച്ചിരിക്കുന്നത്. എന്തിനാണ്? ലിയസ്കുന ഇലൈഹാ, അവരിൽ സമാധാനം ഉണ്ടാകുവാൻ വേണ്ടിയാണ്. ഫലമ്മാ തഖസ്സാഹാ അമലത് ഹംദൻ ഖഫീഫ, അങ്ങനെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഹവ്വ റളിയല്ലാഹു അൻഹയും അവരിൽ പ്രവേശനം ഉണ്ടായപ്പോൾ ഹമലത് ഹംദൻ ഖഫീഫ, അവര് ഹവ്വ ബീബി റളിയല്ലാഹു അൻഹ ഗർഭിണിയാകും. ആ ഗർഭിണി ഹംദൻ ഖഫീഫ, നേരിയ ഗർഭമായിരുന്നു എന്ന് പറഞ്ഞാൽ ഈ ഗർഭാവസ്ഥയുടെ ആദ്യത്തെ 1-2 മാസങ്ങളിൽ അത്രമാത്രം പ്രയാസകരമായ ഒന്നാവുകയില്ല. അതുകൊണ്ടാണ് ഖുർആൻ ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് ഹംദൻ ഖഫീഫ. ഫമറത് ബിഹി, എന്നിട്ട് അവൾ ഈ ഗർഭവുമായി കൊണ്ട് നടന്നു. ഫലമ്മാ അസ്കലത് ദഅഉല്ലാഹ റബ്ബഹുമാ, അങ്ങനെ അവർ രണ്ടുപേരും പടച്ച റബ്ബായ പടച്ച തമ്പുരാനോട് അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു. ലൈനാതൈതനാ സാലിഹൻ ലനകൂനന മിനൽ ശാകിരീൻ, തമ്പുരാനെ നീ ഞങ്ങൾക്കൊരു സാലിഹായ സന്താനത്തെ നൽകുകയാണെങ്കിൽ ഞങ്ങൾ ശുക്റുള്ളവരായി തീരുക തന്നെ ചെയ്യും. ഇത് വിശുദ്ധ ഖുർആൻ കൃത്യമായി നമുക്ക് പഠിപ്പിക്കുകയാണ്. അപ്പൊ മനുഷ്യനെ ഈ ആണിനെയും പെണ്ണിനെയും പടച്ച തമ്പുരാൻ സൃഷ്ടിച്ചു തന്നിരിക്കുന്നത് വളരെ ബോധപൂർവമായ ഒരു സംഗതിയാണ്. കാരണം മനുഷ്യന്റെ മാനസിക അവസ്ഥയും ശാരീരികമായ അവസ്ഥയും പരിഗണിച്ചുകൊണ്ട് തന്നെ അറിയാവുന്ന പടച്ച തമ്പുരാൻ മനുഷ്യന് ഒരു ഇണ വേണം. ആണാണെങ്കിൽ ഒരു പെണ്ണ് വേണം, പെണ്ണാണെങ്കിൽ ഒരു ആണ് വേണം.
ഇത് ഖുർആൻ നമുക്ക് കൃത്യമായി പഠിക്കുന്നത് ഒരു യാദൃശികമായി ഉണ്ടായതല്ല. വിശുദ്ധ ഖുർആൻ സൂറത്ത് റൂമിലെ 21-ാമത്തെ വചനം നമുക്കൊക്കെ സുപരിചിതമായ ആയത്താണ്. വമിൻ ആയാതി അൻ ഖലഖലക്കും. അല്ലാഹ് ഈ കാര്യത്തെ മനുഷ്യ സൃഷ്ടിപ്പിന്റെ ഇണകളായി സൃഷ്ടിച്ചതിനെ കുറിച്ച് പറയുന്നത് പടച്ച തമ്പുരാൻ ഉണ്ട്. ഈ പ്രപഞ്ചത്തിൽ പടച്ച തമ്പുരാനുണ്ട്. പടച്ച തമ്പുരാന്റെ സൃഷ്ടിപ്പിന്റെ മഹാത്മ്യങ്ങളൊക്കെ ഒരുപാട് വിശദീകരിച്ച ശേഷം അല്ല വിശദീകരിക്കുന്നതറിയോ? വമിൻ ആയാതിഹി, അവന്റെ ദൃഷ്ടാന്തത്തിൽപ്പെട്ടതാണ് എന്ന് പറഞ്ഞാൽ അല്ല ഉണ്ട് എന്നതിന്റെ തെളിവാണ് നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെ ഇണയുണ്ടാക്കി. ഇതെന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ മറ്റു ജീവജാലങ്ങൾക്കൊക്കെ മറ്റു ഇണകളാണോ? മറ്റു വർഗങ്ങളിൽ നിന്നാണോ? അല്ല. നമ്മളിത് മനസ്സിലാക്കേണ്ടത് ഒരു ഇണകളായിക്കൊണ്ട് ജീവിക്കുമ്പോ, കുടുംബമായി ജീവിക്കുമ്പോ എന്റെ അതേ വികാരവും വിചാരവും ഒക്കെയുള്ള ഒരു പെണ്ണിനെയാണ് എന്റെ കൂടെ ഇണയായി വരുന്നത് എന്നുള്ള ചിന്ത ഒരു പുരുഷനുണ്ടാകും. തിരിച്ചും അങ്ങനെ തന്നെയാണ്. ഒരേ ഇനത്തിൽപ്പെട്ടതാണ്, ഒരേ സ്വഭാവത്തിൽപ്പെട്ടവരാണ് എന്ന് ഖുർആനോട് ഓർമ്മിപ്പെടുത്തുകയാണ്. എന്തിനാണ് നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകും. അപ്പൊ വിവാഹിതരായ ഒരു വധൂവരനും വിവാഹം കഴിക്കാത്ത ഒരു മനുഷ്യനും തമ്മിൽ ഒരേ രൂപത്തിലല്ല. അവന്റെ ജീവിതത്തിന്റെ പല പ്രയാസങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകുമ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ആശ്വാസം കിട്ടും, കുറെ സമാധാനം കിട്ടും. അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് സത്യത്തിൽ കുടുംബജീവിതം ഒരു സ്വർഗമായി നമുക്ക് മാറ്റാൻ പറ്റുള്ളൂ. ഇപ്പൊ ജാലബൈനക്കും അബദ്ധത്തമ്പറഹമ. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, നിങ്ങൾക്കിടയിൽ സ്നേഹവും കാരുണ്യവും പടച്ച തമ്പുരാൻ ഇട്ട് തന്നിട്ടുണ്ട്. നമ്മൾ കാണുന്നുണ്ടല്ലോ കുടുംബജീവിതത്തിന്റെയൊക്കെ ആ വൈവാഹിക ജീവിതത്തിന്റെയൊക്കെ ആരംഭഘട്ടങ്ങളിൽ എന്തുമാത്രം മധുരമുള്ളതായിരിക്കും കുടുംബജീവിതം, എത്ര രസകരമായിരിക്കും ജീവിതം, എത്ര ആനന്ദകരമായിരിക്കും ജീവിതം. അതാണ് അല്ല പറഞ്ഞിരിക്കുന്നത്. അത് നിങ്ങളുടെ മനസ്സുകളിൽ ഇട്ട് തന്നിരിക്കുന്ന ഒരു മബദ്ധത്താണ്. തന്റെ ഇണയെ കാണാഞ്ഞാൽ, തന്റെ ഭർത്താവിനെ കാണാഞ്ഞാൽ വിഷമിക്കുന്ന ഭാര്യ, തന്റെ ഭാര്യയെ കാണാഞ്ഞാൽ അവൾ വീട്ടിലില്ലാഞ്ഞാൽ ബുദ്ധിമുട്ടുന്ന പ്രയാസം അനുഭവിക്കുന്ന ഒരു ഭർത്താവ്. ഈ മബദ്ധത്ത് ഉണ്ടായതുകൊണ്ടാണ്, സ്നേഹമുള്ളത് കൊണ്ടാണ്, പ്രേമമുള്ളത് കൊണ്ടാണ്, കാരുണ്യമുള്ളത് കൊണ്ടാണ്. ഇത് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചത് നിങ്ങളുടെ മനസ്സിലിട്ടുന്ന അതൊരു വല്ലാത്തൊരു അനുഭൂതിയാണ്. നമുക്ക് ഒരു കാര്യത്തിന് ഒരു പ്രചോദനമാകണമെങ്കിൽ, ഒരു കാര്യത്തിന് നമുക്കൊരു താല്പര്യം ഉണ്ടാകണമെങ്കിൽ നമ്മുടെ ഇണകൾ ഉണ്ടാകണം. അതില്ലാതിരിക്കുമ്പോഴേ അതിന്റെ വിഷമങ്ങൾ അറിയുള്ളൂ. അതാണ് ഖുർആൻ സൂചിപ്പിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് കാരുണ്യമാണെന്ന. കുറച്ചൊക്കെ കഴിഞ്ഞാൽ, ഒരു യുഗത്തിന്റെ കാലഘട്ടം കഴിഞ്ഞാൽ 2-3 കുട്ടികളൊക്കെ ആയി, അവിടെ ഇവിടെയൊക്കെ ശരീരത്തിന്റെ ഭാഗങ്ങളിൽ വേദന തുടങ്ങി, നമ്മുടെ കണ്ണെത്തുന്ന ദൂരത്ത് എത്താത്ത ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഇണകൾ എന്ന് പറഞ്ഞാൽ പിന്നെ കാരുണ്യാണ്. അത് വല്ലാത്തൊരു ആശ്വാസമാണ്. നമുക്കൊരു ആശ്വാസത്തിന്റെ സമാധാനത്തിന്റെ വാക്ക് പറയാനുള്ള ഒരു ഇണയുണ്ടാകുമ്പോ, ഒരു തുണയുണ്ടാകുമ്പോ അത് വല്ലാത്തൊരു ആശ്വാസമാണ്. ഇല്ലാത്തവർക്ക് അതിന്റെ വേദന അറിയുള്ളൂ. അത് വല്ലാത്തൊരു അനുഭവമാണ്. ഇതാണ് ഖുർആൻ നമുക്ക് പഠിച്ചത്. ഇതൊക്കെ എന്താ? ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമിൻ യതഫക്കറൂൻ. തീർച്ചയായിട്ടും ചിന്തിക്കുന്ന മനുഷ്യന്മാർക്ക് ഇതിലൊക്കെ കൃത്യമായ ദൃഷ്ടാന്തമുണ്ട് എന്ന് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ആലോചിച്ച് നോക്കുക, മനുഷ്യന്റെ പ്രകൃതി, മനുഷ്യന്റെ ശരീര പ്രകൃതി നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ആണിന് ഒരു പെണ്ണ് വേണം, പെണ്ണിന് ഒരു ആണ് തന്നെ വേണം. അല്ലാതെ ലെസ്ബിയൻ ചിന്താഗതിയല്ല ഖുർആനും ഇസ്ലാമും മനുഷ്യത്വവും പഠിപ്പിക്കുന്നത്. അതിനോട് സൂചിപ്പിക്കാം, ഒരു മനുഷ്യത്വം എന്ന് പറയുന്നത് മൃഗങ്ങളിൽ പോലും ഇല്ല. ഒരു ആൺമൃഗവുമായി കൊണ്ട് ജീവിതം നയിക്കുക എന്നുള്ളത് ലോകത്ത് എവിടെയും ഇല്ല. നിങ്ങൾ പരിശോധിച്ച് നോക്കി, ഒരു പെൺമൃഗവുമായി കൊണ്ട് ജീവിക്കുന്ന ഒരു സാഹചര്യം ലോകത്ത് എവിടെയും ഇല്ല. ഇത് വളരെ കൃത്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ആണിന് പെണ്ണും പെണ്ണിന് ആണുമാണ് ഇണയായി പടച്ച തമ്പുരാൻ സൃഷ്ടിച്ചിരിക്കുന്നത്. മാത്രവുമല്ല, മനുഷ്യന്റെ ബോഡിയുമായി ബന്ധപ്പെട്ട് ശാസ്ത്രീയമായി കൊണ്ട് ശാരീരികമായി ഒരു ആണിന് പെണ്ണ് തന്നെ വേണമെന്നുള്ളതാണ്. കാരണം ഒരു കൗമാര യൗവന കാലമാകുമ്പോ സ്ത്രീകളിലും പുരുഷന്മാരിലും പരസ്പരം ഒരു ആകർഷണീയത്വം വരും. അത് കുട്ടികളാവുമ്പോൾ ഉണ്ടാവൂല, നല്ലോ വയോവൃദ്ധന്മാരാവുമ്പോൾ ഉണ്ടാവൂല. ഈ പ്രത്യേകമായ യൗവന കാലഘട്ടങ്ങളിൽ ഈ എതിർലിംഗങ്ങളെ സ്നേഹിക്കുക, ഇഷ്ടപ്പെടുക എന്നുള്ളത് മനുഷ്യ സഹജമാണ്. അതിനെ നമുക്ക് ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല, അതിലുള്ള ഒരു സംഗതിയാണ്. മാത്രവുമല്ല, ശാസ്ത്രീയമായി വളരെ തെളിയിക്കപ്പെട്ട സംഗതിയാണ്. കാരണം ഈ കൗമാര യൗവന കാലഘട്ടങ്ങളിൽ ശരീരത്തിന് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും. പെൺകുട്ടികളാണെങ്കിൽ അവരുടെ ശരീരത്തിന്റെ പുറമേക്ക് കാണാവുന്ന ഒരുപാട്
ശാരീരികമായ വളർച്ചകൾ, മാറ്റങ്ങൾ നമ്മൾ കാണുന്നു. എല്ലാം വിശദീകരിക്കാൻ നമുക്ക് ഖുതുബയിലൂടെ സാധിക്കുകയില്ല. എന്നാൽ അവരുടെ ആന്തരികമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകും. നമുക്കറിയാം, ഒരു സമയമായി കഴിഞ്ഞാൽ അവർക്ക് അണ്ടോൽപാദനം സംഭവിക്കുന്നു. കുട്ടികളിലാണെങ്കിൽ യൗവനവും കൗമാരമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരിൽ ബീജം ഉത്പാദിപ്പിക്കപ്പെടും. ഇതൊക്കെ പ്രകൃതിയിൽ മനുഷ്യന്റെ ശാരീരികമായിട്ടുള്ള സവിശേഷതകളായി നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന സംഗതിയാണ്. മാത്രവുമല്ല, പെൺകുട്ടികളിൽ ഒരു കൗമാരപ്രായമായി യൗവനത്തിന്റെ സമയത്തേക്ക് എത്തുമ്പോൾ അവരിൽ പ്രത്യേകമായ ഹോർമോണുകൾ ഉത്പാദിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കും. ഈ ഹോർമോണുകളിൽ ഈസ്ട്രജൻ എന്ന് പറയുന്ന ഹോർമോൺ പെൺകുട്ടികളിലും ആൺകുട്ടികളിൽ ആൾട്രോജൻ എന്ന് പറയുന്ന ഹോർമോൺ ഉത്പാദിപ്പിക്കപ്പെടും. അത് കുട്ടിയാവുമ്പോൾ ഉണ്ടാവില്ല, വയസ്സാകുമ്പോൾ അത് കുറഞ്ഞു വരും. അപ്പൊ ഈ യൗവന കാലഘട്ടങ്ങളിൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, ആന്തരികവും ശാരീരികവുമായിട്ടുള്ള മാറ്റങ്ങൾ, ഈ മാറ്റങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടാണ് അള്ളാഹു ഈ മതത്തിന് ഊടുംപാവും നൽകിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇസ്ലാം വിവാഹം കഴിക്കുക എന്ന് പറയുന്നത് വളരെ പുണ്യകരമായ ഒരു സംഗതിയാണ് എന്ന് പറയാനുള്ള കാരണം. അതിന് നമുക്ക് അടിച്ചമർത്തി ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അതാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക, മനുഷ്യരുടെ വികാരവും വിചാരവും അതിനെ തളർത്തിക്കൊണ്ട് അടിച്ചമർത്തിക്കൊണ്ട് ഒരു ഇസ്ലാമില്ല. എന്നാൽ അതിനെങ്ങട്ട് യാതൊരു ലക്കുലകാനുമില്ലാതെ കയറൂരി വിടുന്ന ഒരു സംവിധാനവുമല്ല ഇസ്ലാം എന്ന് പറയുന്നത്. ഇത് കൃത്യമാണ്. മൃഗങ്ങളിലും പക്ഷികളിലും ഒക്കെ അവരുടെ വികാര പൂർത്തീകരണത്തിന് അവർക്ക് നാണമില്ല. അവർക്ക് നാണമില്ല. അവർക്ക് അവരുടേതായ ആ പ്രകൃതി അനുസരിച്ച് കൊണ്ടുള്ള സംഗതികൾ നടക്കുന്നു, വംശവർദ്ധനവും നടക്കുന്നു. പക്ഷെ മനുഷ്യൻ അങ്ങനെയല്ല. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മറ്റു ജീവജാലങ്ങളിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമാണ്. അവന് നാണം എന്ന് പറയുന്ന ഒരു സംഗതി. അതുകൊണ്ടാണ് നിങ്ങൾ നോക്കി, കാട്ടുജാതിക്കാരായിട്ടുള്ള ആഫ്രിക്കൻ വനാന്തരങ്ങളിലും ആമസോൺ വനാന്തരങ്ങളിലും എവിടെയെല്ലാം വനാന്തരങ്ങളിൽ കാട്ടുവർഗക്കാർ ജീവിക്കുന്നോ, ആ കാട്ടുവർഗക്കാർക്ക് അവർക്ക് ഒരു മതഗ്രന്ഥവും അവർക്ക് എത്തിയിട്ടില്ല, ഒരു മതത്തിന്റെ സന്ദേശവും അവർക്ക് നൽകിയിട്ടില്ല, അവർക്ക് ഇതൊന്നും കേട്ടിട്ട് പോലുമില്ല. പക്ഷെ ആ മനുഷ്യനാണെങ്കിൽ പോലും അവരുടെ മുൻഭാഗം മറക്കാത്ത മനുഷ്യന്മാർ അപൂർവങ്ങളിൽ അപൂർവ. എന്താ കാരണം? അവർക്കറിയാം, നഗ്നത എന്ന് പറയുന്ന സംഗതി മറക്കേണ്ടതുണ്ട്, നാണം എന്ന് പറയുന്ന ഒരു സംഗതി മറക്കേണ്ടതുണ്ട്. എന്നാ ഏതെങ്കിലും ഒരു മൃഗം, ഏതെങ്കിലും ഒരു പക്ഷി അതിന്റെ പ്രത്യേകമായിട്ടുള്ള ഭാഗങ്ങൾ മറച്ചത് നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. അതാണ് മനുഷ്യരും മൃഗങ്ങളും ജന്തുജാലങ്ങളും തമ്മിലുള്ള വ്യത്യാസം. എവിടെയാണ് എന്നറിയില്ല. അവർക്ക് ശാരീരികമായി ബന്ധപ്പെടണമെന്ന് തോന്നിയാൽ മൃഗങ്ങൾക്കും പക്ഷികൾക്കും അവർക്ക് ലക്കുലകാനുമില്ല, അവർക്ക് ആരെയും നോക്കേണ്ടതില്ല, പരിസരങ്ങൾ നോക്കേണ്ടതില്ല. പക്ഷെ മനുഷ്യൻ അങ്ങനെയല്ല. അതുകൊണ്ട് തന്നെ ഇസ്ലാം പറഞ്ഞു, ഈ വികാരത്തെ, ലൈംഗികതയെ അത് ഉള്ളതാണ്, അത് അതിൻ്റെതായ രൂപങ്ങളിലാണ് നമ്മൾ കൊണ്ടുപോകേണ്ടത്. എന്ന് പറഞ്ഞാൽ ഒരു ഫ്രീ സെക്സ് സംവിധാനം ഇന്നിപ്പോ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന വലിയ ഒരു വിപ്ലവം അതാ. ഫ്രീ സെക്സ്, ആർക്കും ആരോടും എങ്ങനെയും എപ്പോഴും. പലപ്പോഴും ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വസ്തുത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഉടുവസ്ത്രം പോലും ഇല്ലാതെ, ഒരു തരിമ്പ് വസ്ത്രം പോലും ഇല്ലാതെ ആണും പെണ്ണും നടന്നു പോകുന്ന ജീവിക്കുന്ന പ്രദേശങ്ങൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലുണ്ട്. നമ്മുടെ കേരളത്തിൽ പോലും ഉണ്ട്. നമ്മൾ മനസ്സിലാക്കണം, ഈ ഒരു ഫ്രീ സെക്സ്, ആരോടും എപ്പോഴും ആണെങ്കിൽ മൃഗങ്ങളെ പോലെ ലൈംഗികതയിൽ ഏർപ്പെടാമെന്നുള്ള സംവിധാനം അത് ഇസ്ലാം അംഗീകരിക്കുന്നില്ല. മതബോധമുള്ളവർ, ധാർമ്മിക ബോധമുള്ളവർ അംഗീകരിക്കുന്നില്ല. എന്നാൽ മറ്റൊരു വശം എന്താണ്? ലൈംഗികത എന്ന് പറയുന്നത് പാപമാണ്. അത് ഈശ്വരന്റെ അടുത്തേക്ക് എത്തുവാൻ അത് തടസ്സമാണ്. അതുകൊണ്ട് ലൈംഗികതയിൽ നിന്ന് പറ്റെ മാറി നിൽക്കുക. ഇതാണ് രണ്ടാമത്തെ ഒരു സംവിധാനം, ഒരു തരം സന്യാസം. ഇത് രണ്ടിന്റെയും ഇടയിലാണ് ഇസ്ലാം. ഈ സന്യാസത്തെയും ഇസ്ലാം അംഗീകരിക്കുന്നില്ല. ഈ സന്യാസത്തിന്റെ ചില ഭാഗങ്ങളാണ് കുടുംബജീവിതത്തിൽ കാണുന്നത്. നമുക്കറിയാം, ചില സന്യാസി വര്യന്മാർ അവർ വസ്ത്രം ധരിക്കുന്നവരുണ്ട്, ധരിക്കാത്തവരുണ്ട്. പക്ഷെ അവർ വൈവാഹിക ജീവിതത്തിന് താല്പര്യമില്ലാത്തവരാണ്. നമുക്കറിയാം, നമ്മുടെ സഹോദര മതത്തിലെ ചില സഹോദരിമാര്, അവരെ നമുക്കറിയാം കന്യാസ്ത്രീകൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. അവര് ദൈവത്തിന്റെ മണവാട്ടി എന്ന പേരിൽ വിവാഹം കഴിക്കാതെ നടക്കുന്നു. ചില ചർച്ചുകളിലുള്ള പോപ്പുമാര്, ചർച്ചുകളിലുള്ള അച്ഛന്മാര് വിവാഹത്തിൽ നിന്നും മാറി നിൽക്കുന്നു. അപൂർവം ചില സൂഫി വര്യന്മാരായിട്ടുള്ള ആളുകൾ പടച്ചവനോട് അടുക്കുവാൻ വിവാഹം, കുടുംബജീവിതം തടസ്സമാണ് എന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങനെയൊക്കെ നടക്കുന്ന ആളുകളിലും പലപ്പോഴും വളരെ മോശമായ പിന്നാമ്പുറ വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.
എന്താ കാരണം? അത് മനുഷ്യ പ്രകൃതിക്ക് യോജിച്ചതല്ല. നമുക്ക് വിശന്നാൽ ഭക്ഷണം കഴിക്കണം, നമ്മൾ ദാഹിച്ചാൽ, മനുഷ്യന് ദാഹിച്ചാൽ വെള്ളം കുടിക്കണം, മനുഷ്യന് വികാരം വന്നാൽ അത് ശമിപ്പിക്കേണ്ടതുണ്ട്. അത് ശമിപ്പിക്കേണ്ടത് എങ്ങനെ? അത് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചിരുന്നു, ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചിരുന്നു. മാന്യമായ രൂപത്തിൽ വൈവാഹിക രംഗത്ത് കൂടി വിവാഹം ചെയ്തുകൊണ്ടായിരിക്കണം ഇത് നടത്തേണ്ടതെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ സാധിക്കും, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഅമുറുനാ ബിൽ ബഅ വയൻഹാന അൻ തബത്തുലി ലയ്യൻ ശദീദ. ഇസ്ലാം എത്രമാത്രം സുന്ദരമായ മതമാണ്, കാലോചിത മതമാണ്, പ്രകൃതിയുടെ തേട്ടങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന മതമാണ്. കുടുംബജീവിതം നയിക്കാതെയുള്ള പടച്ചവന്റെ അടുക്കിലേക്ക് സാമീപ്യം തേടുന്ന ഒരു സന്ദേശം ഇസ്ലാം നൽകുന്നില്ല. അനുസരിച്ച് പറയാണ്, ഞങ്ങളോട് അല്ലാഹുവിന്റെ പ്രവാചകൻ വിവാഹം കഴിക്കാൻ വേണ്ടി കൽപ്പിക്കാറുണ്ടായിരുന്നു. അതിശക്തമായ ഭാഷയിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സന്യാസത്തെ എതിർക്കാറുണ്ടായിരുന്നു. അത് മനുഷ്യപ്പറ്റുള്ളതല്ല, മനുഷ്യ പ്രകൃതിക്ക് യോജിച്ചതല്ല. മനുഷ്യന്റെ യുവാക്കളിലും യുവതികളിലും ഉണ്ടാകുന്ന ഇത്തരം ഹോർമോണുകൾ ഉത്പാദിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയായ രൂപത്തിലാണ് ഉപയോഗപ്പെടുത്തേണ്ടതെന്നും അവന്റെ കുടുംബജീവിതവും വംശപരമ്പരയും കുടുംബത്തിന്റെ സമാധാനം ഉണ്ടാകുവാൻ വിവാഹം എന്ന് പറയുന്ന വളരെ ശ്രേഷ്ഠകരമായ കാര്യങ്ങളിലേക്ക് നീങ്ങണമെന്നുമാണ് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചിരുന്നത്. ഇസ്ലാം വിവാഹം കഴിക്കാതെയുള്ള ഒരു ഭക്തിയെ ഇസ്ലാം അംഗീകരിക്കുന്നില്ല. ഒരു സംഭവം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഒരിക്കൽ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികളിൽപ്പെട്ട 3 ആളുകൾ പ്രവാചകൻ വീട്ടിലില്ലാത്ത സമയത്ത് പ്രവാചകന്റെ വീട്ടിലേക്ക് വന്നു. അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ്, അന്നഹു ഖാൽ, അദ്ദേഹം പറയാണ്, ജാഅ സലാസു റജുൽ ഫീ ബുയൂതി അസ്വാജി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരുടെ വീട്ടിൽ 3 ആളുകൾ വന്നു. യസ്അലൂന അൻ ഇബാദത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവരെന്താണ്? പ്രവാചകന്റെ ആരാധനാ കർമ്മങ്ങളെ കുറിച്ച് ചോദിക്കാൻ വേണ്ടി വന്ന. നബി എങ്ങനെ നിസ്കരിക്കല്, നബി എങ്ങനെ നോമ്പ് നോക്കല്, നബിന്റെ ആരാധനാ കർമ്മങ്ങൾ എങ്ങനെയാണ് എന്നറിയാൻ വേണ്ടിയാണ്. ഫലമ്മാ അഖ്ബറൂക അന്നഹും തഖല്ലുഹ. ആ വന്ന ആളുകളോട് പ്രവാചകന്റെ പത്നിമാർ പറഞ്ഞു കൊടുത്തു, ഇങ്ങനെയൊക്കെയാണ് പ്രവാചകന്റെ ആരാധനാ കർമ്മങ്ങൾ. അപ്പൊ അവര് പറയാണ്, അവർക്കത് കുറച്ചിലായി തോന്നി, കുറവാണ്, പ്രവാചകന്റെ ആരാധന പോരാ എന്ന് അവർക്ക് തോന്നിയില്ല. ഫഖാലു, അവർ പറയാണ്, നമ്മളും നബിയൊക്കെ ഇവിടെ കിടക്കുന്നു, നബി എത്രയോ ഉന്നതനാണ്. അള്ളാഹുവിന്റെ പ്രവാചകന് ഇത്രയൊക്കെ മതി ആരാധനാ കർമ്മങ്ങൾ. അദ്ദേഹത്തിന്റെ മുൻകഴിഞ്ഞ പാപങ്ങളും വരാനിരിക്കുന്ന പാപങ്ങളും പൊറുക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഇത്രമാത്രം ആരാധനാ കർമ്മങ്ങൾ മതി, അതുകൊണ്ട് നമുക്കിത് പോരാ. കൂട്ടത്തിൽപ്പെട്ട 3 സഹാബികളിൽപ്പെട്ട ഒരാൾ പറഞ്ഞതെന്താ? ഞാൻ സ്ത്രീകളുമായുള്ള ബന്ധങ്ങൾ ഒഴിവാക്കും, ഞാൻ വിവാഹം കഴിക്കുകയില്ല. ഇതായിരുന്നു കൂട്ടത്തിൽപ്പെട്ട ഒരാൾ പറഞ്ഞത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് വീട്ടിലേക്ക് വരികയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഭാര്യ പറഞ്ഞു കൊടുത്തു, നബിയെ ഇങ്ങനെ 3 ആൾ വന്നിരുന്നു, അവർ വന്നിട്ട് നിങ്ങൾ ആരാധനാ കർമ്മങ്ങളെ കുറിച്ച് ചോദിച്ചു, അവർക്ക് പറഞ്ഞു കൊടുത്തു. പക്ഷെ അവർ പറഞ്ഞു പോയതെന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത്രയൊക്കെ മതി, അല്ല എല്ലാ പാപങ്ങളും പൊറുക്കപ്പെട്ടവരാണല്ലോ, അതുകൊണ്ട് നമുക്ക് അങ്ങനെ പോരാ. അങ്ങനെ അവരെടുത്ത തീരുമാനങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിച്ചു. ഈ 3 ആളുകളെ റസൂലുള്ളാഹി വിളിച്ചു വരുത്തി. എന്നിട്ട് അവരോട് പറഞ്ഞെന്താ അറിയോ? അൻതുമുല്ലദീന ഖുൽതും കദാ വകദാ, നിങ്ങളാണില്ലേ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടുന്ന് പോയത്. അവര് പറഞ്ഞു. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അമ്മാ വല്ലാഹി, എന്നാൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ, പടച്ചവനാണ് സത്യം, ഇന്നി ലഅഖ്ശാകും ലില്ലാഹ് വഅത്ഖാകും ലഹു, ഞാനാണ് അല്ലാഹുവിനെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നവൻ, ഏറ്റവും കൂടുതൽ സൂക്ഷിക്കുന്നവൻ ഞാനാണ്. ലാകിന്നി അസൂമു വഅഫ്തിറു വഉസല്ലി വഅഖിദു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കുക, ഞാൻ നോമ്പ് നോൽക്കാറുണ്ട്, ഞാൻ നോമ്പ് ഒഴിവാക്കാറുണ്ട്, ഞാൻ നമസ്കരിക്കാറുണ്ട്, ഞാൻ രാത്രി ഉറങ്ങാറുണ്ട്, വഅതസവ്വജുൻ നിസാ, ഞാൻ കുടുംബജീവിതം നയിക്കാറുണ്ട്, വിവാഹം കഴിക്കാറുണ്ട്. ഫമൻ റഗിബ അൻ സുന്നതി ഫലൈസ മിന്നി, ഇതാണ് എന്റെ ചര്യ, ഇതാണ് എന്റെ നടപടിക്രമം. ഇത് പോരാ എന്ന് ആരെങ്കിലും വിചാരിച്ച് ഇതിനോട് വിരക്തി കാണിക്കുന്നെങ്കിൽ എന്റെ കൂട്ടത്തിൽപ്പെട്ടവനല്ല. ഇസ്ലാം പഠിപ്പിക്കുന്ന എന്താ അറിയോ? ഇസ്ലാം പഠിപ്പിക്കുന്നത് മനുഷ്യന്റെ ജന്മവാസനയായ, മനുഷ്യന്റെ പ്രകൃതിയോട് ഇഴകി ചേർന്നിരിക്കുന്ന ലൈംഗികത പൂർത്തീകരിക്കാൻ
അവൻ ബാധ്യസ്ഥനാണ്, ഒരാണും പെണ്ണും ബാധ്യസ്ഥനാണ്. അപ്പൊ നമ്മൾക്ക് ഭക്തിന്റെ പേരിലാണ് എങ്കിലും ഇപ്പൊ ഈ കാലഘട്ടങ്ങളിൽ വന്നിരിക്കുന്ന ഒന്ന് ഭക്തിന്റെ കാരണത്താലല്ല. നമ്മുടെ പെൺകുട്ടികള്, വിവാഹപ്രായമായ പെൺകുട്ടികള്, ചില ആൺകുട്ടികളും ആയിട്ടില്ല എന്ന് പറയുന്ന ഒരു പ്രവണത. ഇത് ശരിയായ കാര്യമല്ല. ഓരോന്നിന്റെ പ്രായവും സമയവും ഉണ്ട്. ആ സമയമാകുമ്പോൾ വിവാഹത്തിന് തയ്യാറാവുകയും വിവാഹിതരായിക്കൊണ്ട് ജീവിക്കണമെന്നാണ് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചിരുന്നത്. ഇനിയും ഇത് മാത്രമല്ല, ഞങ്ങൾ ആലോചിച്ച് നോക്കി, ഭാര്യമാർ മരിച്ച ആളുകൾ ഉണ്ടാവും, ഭർത്താക്കന്മാര് മരിച്ച സഹോദരിമാരുണ്ടാവും, അവർക്കും ലൈംഗികതയുണ്ട്. വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന സംഗതിയാണ്. അവർക്ക് കുടുംബ ജീവിതം നയിക്കേണ്ടതുണ്ട്. അവരുടെ കാരണത്താലല്ല അവരുടെ ഭാര്യമാർ നഷ്ടപ്പെട്ടത്, അവരുടെ ഭർത്താക്കന്മാർ നഷ്ടപ്പെട്ടത്. അങ്ങനെ ഒരു പുനർവിവാഹം കഴിക്കുക എന്ന് പറയുന്നത് മോശമാണ് എന്ന് ഒരിക്കലും നമ്മൾ വിചാരിക്കാൻ പാടില്ല. ചിലപ്പോൾ അത് അനിവാര്യമായി തീരുകയും ചെയ്യും. ഞാൻ വളരെ കൃത്യമായി പഠിപ്പിച്ചുതരാം, കൃത്യമായി നിങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ്. അത് നമ്മൾ ചെയ്യാതിരിക്കുന്നത് നമ്മളോട് ചെയ്യുന്ന തന്നെ ഒരു അപരാധമായിരിക്കും. ഇത് നമ്മൾ ഏതിന്റെ കാരണത്താലാണെങ്കിലും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിശന്നാൽ ഭക്ഷണം കഴിക്കുക, ദാഹിച്ചാൽ വെള്ളം കുടിക്കുക എന്നതുപോലെ പ്രകൃതി നൽകിയിരിക്കുന്ന ഒരു വികാരമാണ്. ആ വികാരം അനുവദനീയമായ രൂപത്തിൽ പൂർത്തീകരിക്കണമെന്ന് തന്നെയാണ് ഇസ്ലാം നമുക്ക് പഠിപ്പിക്കുന്നത്. അതിന് എന്തെങ്കിലുമൊക്കെ ഈ ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് മാറി നിൽക്കുന്നത് സൂചിപ്പിക്കാം. റസൂലുള്ളാഹി പറഞ്ഞ ഹദീസ് കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. യാ മാശറ ശബാബ്, യുവാക്കളെ, മൻ ഇസ്തതാ മിൻകുമുൽ ബാഅ, നിങ്ങൾക്ക് വിവാഹത്തിന് സൗകര്യമുണ്ട് എങ്കിൽ ഫലതസവ്വജ്, അവൻ വിവാഹം കഴിക്കണം. ഇതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് അവന്റെ ലൈംഗികത പൂർത്തീകരിക്കണം എന്നല്ല. കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക. ഈ കാലഘട്ടങ്ങളിൽ ആളുകൾ മനസ്സിലാക്കുന്നത് അങ്ങനെ, എങ്ങനെയെങ്കിലൊക്കെ എന്റെ ലൈംഗിക പൂർത്തീകരണം നടത്തിയാൽ മതിയല്ലോ. അങ്ങനെയല്ല. അതൊരു മാന്യനായ മനുഷ്യന്, ഒരു മാന്യനായ ഒരു സഹോദരിക്ക് യോജിച്ചതല്ല. ഇസ്ലാം അനുവദിച്ച രൂപത്തിൽ കുടുംബ ജീവിതം നയിച്ചുകൊണ്ടുള്ള ലൈംഗിക ജീവിതം ഉണ്ടല്ലോ, വല്ലാത്തൊരു ആനന്ദമാണ്, വല്ലാത്തൊരു സന്തോഷമാണ്. നമ്മുടെ മക്കൾക്കൊരു ബാപ്പ ഉണ്ടാകുക, നമ്മുടെ മക്കൾക്കൊരു ഉമ്മയുണ്ടാകുക എന്ന് പറയുമ്പോൾ അത് വല്ലാത്ത ഒരു സന്തോഷമുള്ള കാര്യമാണ്. അത് കുടുംബ ജീവിതത്തിൽ, സാമൂഹ്യ ജീവിതത്തിൽ അതിന്റെ ഭദ്രതക്ക് നല്ലതാണ് എന്ന് സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, വിവാഹമായ പ്രായമായിട്ടുള്ള സഹോദരിമാർ എന്റെ ശബ്ദം കേൾക്കുന്നുണ്ട് എങ്കിൽ യുവതികൾ നിങ്ങൾ വിവാഹിതരാകുക. യുവാക്കളായ ആളുകളുണ്ട് എങ്കിൽ നിങ്ങൾ വിവാഹത്തിന്റെ സമയമായാൽ വിവാഹം കഴിക്കുക. രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക. പലപ്പോഴും രക്ഷിതാക്കൾ പറയുന്നത് എന്താ? സമ്മതിക്കുന്നില്ല, മകൻ സമ്മതിക്കുന്നില്ല, മകൾ സമ്മതിക്കുന്നില്ല. അങ്ങനെ ഒന്നും ഇസ്ലാമിലില്ല. സമയമായിട്ടുണ്ടെങ്കിൽ വിവാഹം കഴിക്കണമെന്ന ഇത് ഇസ്ലാം നമുക്ക് നിർദ്ദേശിക്കുന്ന വലിയ നിർദ്ദേശങ്ങളിൽപ്പെട്ട ഒരു നിർദ്ദേശമാണ്. ഇങ്ങനെ നല്ല സന്തോഷകരമായി കുടുംബ ജീവിതം നയിക്കാൻ കൂടി നമ്മൾ ശ്രമിക്കുക. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാണ്.